ആകാശവാണി. നമസ്കാരം. ദേശീയ അപസ്മാര ദിനത്തോട് അനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ലോകത്തിൽ ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന നാഡീവ്യവസ്ഥാ രോഗങ്ങളിൽ ഒന്നാണ് അപസ്മാരം. എല്ലാ പ്രായത്തിലും പശ്ചാത്തലത്തിലും സംസ്കാരത്തിലും പെട്ട ദശലക്ഷക്കണക്കിന് ആളുകളെ അപസ്മാരം അഥവാ എപ്പിലെപ്സി ബാധിക്കാറുണ്ട്. എന്നാൽ അപസ്മാരം എന്ന അവസ്ഥ ഇന്നും കെട്ടുകഥകളാലും തെറ്റിദ്ധാരണകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് പലപ്പോഴും മാറ്റി നിർത്തപ്പെടുകയും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ വ്യക്തികളാണ് അപസ്മാരം ബാധിച്ചവർ. എന്നാൽ സത്യം ലളിതമാണ്. അവബോധവും ശരിയായ ചികിത്സയുമുണ്ടെങ്കിൽ അപസ്മാരമുള്ള മിക്ക ആളുകൾക്കും പൂർണ്ണമായും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാനാകും. ഇത്തരം രോഗാവസ്ഥകളെക്കുറിച്ച് കൃത്യമായ അറിവും സഹാനുഭൂതിയുമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദേശീയ അപസ്മാര ദിനം സംഘടിപ്പിക്കുന്നത്. അപസ്മാരം ബാധിച്ച നിരവധി വ്യക്തികൾ അവബോധം, സമയബന്ധിതമായ പരിചരണം, സാമൂഹിക പിന്തുണ എന്നിവയിലൂടെ സുഖം പ്രാപിച്ചിട്ടുണ്ട്. തലച്ചോറിലെ അസാധാരണമായ വൈദ്യുത പ്രവർത്തനം മൂലമുണ്ടാകുന്ന നാഡീസംബന്ധമായ രോഗമാണ് അപസ്മാരം. ആവർത്തിച്ചുള്ള ഫിറ്റ്സ് അല്ലെങ്കിൽ സീഷർ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. ബോധം നഷ്ടപ്പെടുക, ശരീരചലനങ്ങളിൽ അനിയന്ത്രിതത്വം തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. തലച്ചോറിനെ ബാധിക്കുന്ന പരിക്കുകൾ, ജനിതകപരമായ കാരണങ്ങൾ, അണുബാധ തുടങ്ങിയവയാണ് അപസ്മാരമുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ. ശരിയായ ചികിത്സയും മരുന്നും വഴി ഭൂരിഭാഗം കേസുകളിലും അപസ്മാരം നിയന്ത്രിക്കാൻ സാധിക്കും. എന്നാൽ അജ്ഞത കാരണം പലരും ഇപ്പോഴും അപസ്മാരം ഒരു മാനസിക രോഗമോ അമാനുഷിക അവസ്ഥയോ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം തെറ്റിദ്ധാരണകൾ അകറ്റാനാണ് അവബോധ പരിപാടികളിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വിവിധ സംഘടനകളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ ശ്രമിക്കുന്നത്. അപസ്മാര രോഗാവസ്ഥയെക്കുറിച്ചും അത് വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും നവംബർ 17-നാണ് ഇന്ത്യയിൽ ദേശീയ അപസ്മാര ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അപസ്മാരമുള്ള വ്യക്തികൾക്ക് ശരിയായ ചികിത്സ നൽകി അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരികയും വേണമെന്ന് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ പ്രൊഫസറും ന്യൂറോളജി വിഭാഗം മേധാവിയുമായ ഡോക്ടർ ആശാലത ആർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അപസ്മാരമുള്ള വ്യക്തികൾക്ക് വേണ്ട പിന്തുണ നൽകാൻ മികച്ച സംവിധാനങ്ങളാണ് ഇന്ന് രാജ്യത്തുള്ളതെന്നും ഡോക്ടർ ആശാലത പറഞ്ഞു. ഇതൊരു രോഗം എന്ന് പറയാനില്ല. എല്ലാ ദിവസവും ഈ പറയുന്ന ഇതുള്ള വ്യക്തിക്ക് ഒരു രോഗാവസ്ഥ ഉണ്ടാവുന്നില്ല. മറ്റുള്ള രോഗങ്ങൾ മാതിരിയല്ല ഇത് വരുന്ന ഒരു 1-2 മിനിറ്റ് നേരം മാത്രമേ അത് വരുന്ന ആൾക്ക് ചെറിയൊരു മാറ്റം അനുഭവപ്പെടുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ബോധം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഈ പറഞ്ഞ വ്യക്തികളെ നമ്മൾ സമൂഹത്തിൽ മറ്റുള്ളവരിൽ നിന്നും അകറ്റി നിർത്താതിരിക്കുകയും അവർക്ക് വേണ്ട താങ്ങ് കൊടുക്കുകയും ശരിയായ ചികിത്സ അവർക്ക് നൽകി അവരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരികയും ചെയ്യുകയാണ് വേണ്ടത്. ഈ അവബോധം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ പോലെ തന്നെ സാധാരണ ഒരു ജീവിതം നയിക്കാനാവും. ഇത് സ്കൂൾ വിദ്യാഭ്യാസത്തിനെയോ അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തെയോ ഒരു ജോലി കിട്ടുന്നതിനെയോ ഒന്നും തന്നെ ബാധിക്കില്ല. അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുകയും അതായത് ചികിത്സ കൊടുക്കുകയും അവരെ മരുന്ന് കഴിച്ചോ അല്ലാതെയോ ഈ അവസ്ഥയിൽ നിന്നും മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ. വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിനെപ്പറ്റി ഒത്തിരി മിഥ്യാധാരണകൾ ഉള്ള ഒരു ജനസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഇത് വരുന്ന സമയത്ത് ചെരുപ്പ് മണപ്പിക്കുക, കമ്പി പോലെ ഉള്ള അല്ലെങ്കിൽ താക്കോല് പോലെയുള്ള കാര്യങ്ങൾ കൈകളിൽ പിടിപ്പിച്ചു കൊടുക്കുക, വായിലേക്ക് സ്പൂണ്, ഇരുമ്പ് സാധനങ്ങൾ ഇതൊക്കെ കയറ്റി വെച്ചിട്ട് നാക്ക് കടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം തന്നെ യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത കാര്യങ്ങളാണ് എന്ന് നമ്മൾ അറിയണം. അത് മാത്രമല്ല, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശാസ്ത്രത്തിൽ നിന്നും അകന്നു പോവുകയും രോഗിക്ക് കിട്ടേണ്ട ശരിയായ ചികിത്സ ലഭിക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു അപസ്മാരം എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതൊരു രോഗം എന്ന് തന്നെ പറയാനും നമുക്ക് താല്പര്യമില്ല. അതുള്ള വ്യക്തികൾ അതിന്റെ പ്രാവീണ്യം നേടിയ ഡോക്ടർമാരെ സമീപിക്കുകയും അവർക്ക് വേണ്ട ചികിത്സ എടുത്ത് അതിൽ നിന്നും പുറത്തു വരികയും ചെയ്യുകയാണ് വേണ്ടത്. അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് ഇന്ന് ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും ഒട്ടാകെ തന്നെയുണ്ട്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ദിവസമാണ് ഈ നവംബർ 17 എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എപ്പിലെപ്സി ദിനത്തിൽ വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ ഒത്തുചേർന്ന് അപസ്മാരത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകുന്നതിനും മിഥ്യാധാരണകൾ ഇല്ലാതാക്കുന്നതിനുമായി പ്രത്യേക പരിപാടികൾ, ശില്പശാലകൾ, ബോധവൽക്കരണം എന്നിവ നടത്തുന്നു.
പ്രത്യേകിച്ച് ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ അകറ്റാനാണ് അവബോധത്തിലൂടെ ശ്രമിക്കുന്നത്. അപസ്മാരം ഒരു മാനസിക വൈകല്യമാണോ? അല്ല എന്നതാണ് വസ്തുത. തലച്ചോറിന്റെ വൈദ്യുത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നാഡീവ്യവസ്ഥയുടെ ഒരു അവസ്ഥയാണിത്. അപസ്മാരം ബാധിച്ച ആളുകൾ മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യരുത്. ഇതാണ് അപസ്മാരവുമായി ബന്ധപ്പെട്ട മറ്റൊരു മിഥ്യാധാരണ. എന്നാൽ ചികിത്സയിലൂടെ മിക്ക ആളുകൾക്കും സാധാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നതാണ്. മുൻകാല പാപങ്ങൾ, ദുരാത്മാക്കൾ അല്ലെങ്കിൽ മന്ത്രവാദം എന്നിവ മൂലമാണ് അപസ്മാരമുണ്ടാകുന്നത് എന്നത് ഗ്രാമങ്ങളിൽ ഇന്നും പ്രചാരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ്. ഇത് തികച്ചും തെറ്റാണ്. ജനിതകശാസ്ത്രം, തലച്ചോറിലെ അണുബാധകൾ, തലയ്ക്ക് പരിക്കുകൾ തുടങ്ങിയ ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണ് അപസ്മാരമുണ്ടാകുന്നത്. അപസ്മാരമുണ്ടാകുമ്പോൾ വ്യക്തിയുടെ വായിൽ വെള്ളം, താക്കോൽ മുതലായ വസ്തുക്കൾ ഇടുന്നത് പലപ്പോഴും വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാം. അപസ്മാരമുണ്ടാകുന്ന വ്യക്തി ക്രമേണ മരിക്കുകയോ ഓർമ്മ നഷ്ടപ്പെടുകയോ ചെയ്യും എന്ന ധാരണയും തെറ്റാണ്. മിക്ക അപസ്മാരങ്ങളും ഹ്രസ്വകാലത്തേക്ക് നീണ്ടു നിൽക്കുന്നവയായിരിക്കും. ഇത് ജീവന് ഭീഷണിയല്ല. പരിചരണവും മരുന്നുകളുമുണ്ടെങ്കിൽ രോഗികൾക്ക് അപസ്മാരത്തിൽ നിന്ന് മുക്തരാകാനാകും എന്നതാണ് വസ്തുത. അപസ്മാരവുമായി ബന്ധപ്പെട്ട് സമൂഹം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അപസ്മാരത്തിനുള്ള പ്രഥമ ശുശ്രൂഷയാണ്. നമുക്കൊപ്പമുള്ള ഒരാൾക്ക് അപസ്മാരമുണ്ടായാൽ ആദ്യമായി സമചിത്തതയോടെ സാഹചര്യത്തെ നേരിടുക എന്നതാണ്. അപസ്മാരമുണ്ടായ വ്യക്തിയെ വശത്തേക്ക് ചരിച്ചു കിടത്തുക. മൂർച്ചയുള്ള വസ്തുക്കൾ സമീപത്തുണ്ടെങ്കിൽ നീക്കം ചെയ്യേണ്ടതാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ 5 മിനിറ്റിൽ കൂടുതൽ നീണ്ടുനിൽക്കുകയാണെങ്കിൽ വൈദ്യസഹായം തേടുക. രോഗിയുടെ ചലനങ്ങൾ തടയാൻ ശ്രമിക്കുകയോ അമർത്തിപ്പിടിക്കുകയോ ചെയ്യരുത്. അപസ്മാര സമയത്ത് വെള്ളമോ മരുന്നുകളോ നൽകരുത്. സമൂഹത്തിൽ ആളുകൾ തുറന്നു പറയാൻ വിസമ്മതിക്കുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളാണ് അപസ്മാരവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും. ഇത് പൂർണ്ണമായും ചികിത്സിക്കാനാകുന്ന ഒരാരോഗ്യ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത്. ഒരു ബ്രെയിൻ ഡിസ്ഫങ്ഷൻ, അതായത് തലച്ചോറിലെ നാഡീപ്രവർത്തനങ്ങളിലെ ക്രമരഹിതമായ മാറ്റം കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണ് അപസ്മാരം. ഇന്ത്യൻ എപ്പിലെപ്സി അസോസിയേഷന്റെ നേതൃത്വത്തിൽ 1991 മുതലാണ് ദേശീയ അപസ്മാര ദിനം ആചരിച്ചു തുടങ്ങിയത്. അപസ്മാരത്തെ മനസ്സിലാക്കുക, സഹാനുഭൂതി, സാക്ഷരത, ശാക്തീകരണം എന്ന പ്രമേയത്തിലൂന്നിയാണ് ഇത്തവണത്തെ അപസ്മാര ദിനാചരണം സംഘടിപ്പിക്കുന്നത്. നവംബർ മാസം എപ്പിലെപ്സി അവബോധ മാസമായും ആചരിക്കുന്നു. പ്രായലിംഗഭേദമന്യേ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അപസ്മാരം. ലോകത്ത് ഏകദേശം 50 ലക്ഷത്തോളം അപസ്മാര രോഗികൾ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് മരുന്നു മുതൽ ശസ്ത്രക്രിയ വരെ അപസ്മാര ചികിത്സയ്ക്കായി ലഭ്യമാണ്. സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയുമാണ് അപസ്മാരം പ്രതിരോധിക്കാനുള്ള മികച്ച മാർഗമെന്ന് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ രമ്യ പ്രകാശ് ശ്രീജിത്ത് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നമുക്ക് ഏറ്റവും പരിചിതം ജെന്നി അഥവാ കോട്ട് അഥവാ ഫിറ്റ്സ് തുടങ്ങിയ പേരുകളാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമായ ഒരു രോഗമാണ് അപസ്മാരം. എങ്കിലും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പലതരം തെറ്റിദ്ധാരണകൾ, അപസ്മാരം ഒരു മാനസിക രോഗമാണ് അല്ലെങ്കിൽ കൃത്യമായ ചികിത്സയില്ലാത്ത രോഗമാണ് എന്നൊക്കെയുള്ള ധാരണകൾ മൂലം പല രോഗികൾക്കും ആവശ്യമായ ചികിത്സ വൈകുന്നു. ഇത് അവരുടെ വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹിക പങ്കാളിത്തം എന്നിവയിലൊക്കെ വിഷമതകൾ സൃഷ്ടിക്കാം. നല്ല രീതിയിൽ രോഗം നിയന്ത്രിക്കാതിരുന്നാൽ ജന്നി വരുന്നതിനിടയിൽ ഹൃദയസ്തംഭനം മൂലം മരണം വരെ സംഭവിക്കാം. ഒരാൾക്ക് ജന്നി വരുന്നത് കണ്ടാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എല്ലാവരും അറിഞ്ഞിരിക്കണം. 1. രോഗിയുടെ അടുത്ത് പരിക്കേൽക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ മാറ്റണം. ജന്നി വരുമ്പോൾ കൈകാലുകളുടെ ചലനങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. രോഗിയുടെ വായിൽ ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ചലനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ഒരു വശം ചരിഞ്ഞ് കിടത്തണം. 5 മിനിറ്റിൽ കൂടുതൽ നേരം ജന്നി നിൽക്കുകയാണെങ്കിൽ അടിയന്തരമായി വൈദ്യസഹായം തേടുക. രോഗനിയന്ത്രണത്തിന് കൃത്യസമയത്തുള്ള പരിശോധന, മരുന്ന് തുടർച്ചയായി കഴിക്കുക എന്നിവ അനിവാര്യമാണ്. ഉറക്കക്കുറവ്, മദ്യപാനം എന്നിവ ജന്നി വീണ്ടും വരാൻ കാരണമാകാം. അവ ഒഴിവാക്കുക. ശാസ്ത്രീയമായ ചികിത്സയിലൂടെ അപസ്മാരമുള്ള വ്യക്തികൾക്ക് സുരക്ഷിതവും മാന്യവും സമ്പൂർണവുമായിട്ടുള്ള ഒരു ജീവിതം സാധ്യമാക്കാൻ നമുക്ക് കഴിയും. സന്തോഷവും വെല്ലുവിളികളും നിറഞ്ഞ ഒരു യാത്രയാണ് കുട്ടികളെ വളർത്തുക എന്നത്. എന്നാൽ അപസ്മാരം ബാധിച്ച കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഈ യാത്ര കൂടുതൽ സങ്കീർണമാകുന്നു. അപസ്മാരം കുട്ടിയെ മാത്രമല്ല, മുഴുവൻ കുടുംബത്തെയും ബാധിക്കുന്നു. ഈ യാഥാർത്ഥ്യത്തെ അതിജീവിക്കാൻ നിരന്തരമായ പരിചരണം, ശക്തമായ അവബോധം, അചഞ്ചലമായ ധൈര്യം, ആഴത്തിലുള്ള അനുകമ്പ എന്നിവ ആവശ്യമാണ്. ഓട്ടിസമുള്ള കുട്ടികളിലും അപസ്മാരം പോലുള്ള ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഓട്ടിസമുള്ള കുട്ടികളിൽ അപസ്മാര ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ കൃത്യമായ ചികിത്സ നൽകണമെന്ന് തിരുവനന്തപുരം നിഷിലെ NDS മേധാവി
ഡോക്ടർ ലക്ഷ്മി മോഹൻ പറഞ്ഞു. ഓട്ടിസം എന്നത് സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് അവരുടെ ആശയവിനിമയവും സാമൂഹ്യ ഇടപെടലും ചെയ്യാൻ കഴിയാതിരിക്കുകയും അതിനോടൊപ്പം അസാധാരണമായ ചില സ്വഭാവ സവിശേഷതകൾ പ്രകടമാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. പലപ്പോഴും ഓട്ടിസവുമായി കൂടിച്ചേർന്ന് മറ്റ് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് കാണപ്പെടാറുണ്ട്. ഇതിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ വരാം, എപ്പിലെപ്സിയും വരാം. ഓട്ടിസത്തിന്റെ വകഭേദമായ റെറ്റ് സിൻഡ്രോം എന്ന കണ്ടീഷനിൽ എപ്പിലെപ്സിയുടെ സാധ്യത കൂടുതലായി കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ജനറ്റിക് കണ്ടീഷനായ ട്യൂബറസ് സ്ക്ലിറോസിസ്, അതിൽ ഓട്ടിസവും എപ്പിലെപ്സിയും കണ്ടുവരുന്നു. ഓട്ടിസം കുട്ടികളിൽ അകാരണമായ ഉറക്കം തടസ്സപ്പെടുക, ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റ് ഉച്ചത്തിൽ കരയുക, പൊടുന്നനെ സ്പിറ്റിംഗ് ബിഹേവിയർ തുടങ്ങിയ സ്വഭാവ വൈകല്യങ്ങൾ കാണിക്കുകയോ കുടുംബത്തിൽ എപ്പിലെപ്സിയുടെ ഹിസ്റ്ററിയോ രോഗലക്ഷണങ്ങൾ കാണിക്കുകയോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ന്യൂറോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കണം. തുടർന്ന് ചികിത്സാ രീതികൾ അവലംബിക്കേണ്ടതുമാണ്. ഇത്തരത്തിലുള്ള കുട്ടികളിൽ ആശയവിനിമയം, സംസാരശേഷി, എഴുത്തും വായനയും സ്കിൽസുകൾ തുടങ്ങിയ സ്കിൽസുകൾ പ്രതികൂലമായി ബാധിക്കുന്നു. അപസ്മാരം ബാധിച്ച കുട്ടിയുമായി അതിജീവിക്കുന്നതിന്റെ പ്രധാന വെല്ലുവിളി മിത്തുകളും തെറ്റിദ്ധാരണകളും പ്രതിരോധിക്കുക എന്നതാണ്. അപസ്മാരത്തെക്കുറിച്ച് തെറ്റായതോ കാലഹരണപ്പെട്ടതോ ആയ വിശ്വാസങ്ങൾ ഇപ്പോഴും പലരും വെച്ചുപുലർത്തുന്നു. അപസ്മാരത്തോട് എങ്ങനെ സുരക്ഷിതമായി പ്രതികരിക്കാമെന്ന ബോധവൽക്കരണം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിക്കുന്നതിലൂടെ കുട്ടിക്ക് ലജ്ജയോ ഒറ്റപ്പെടലോ ഇല്ലാതെ വളരാൻ കഴിയുന്ന ഒരു പിന്തുണയുള്ള അന്തരീക്ഷം ഇത് സൃഷ്ടിക്കുന്നു. അപസ്മാരത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി 2015 മുതൽ എല്ലാ വർഷവും ഫെബ്രുവരിയിലെ 2ാമത്തെ തിങ്കളാഴ്ച അന്താരാഷ്ട്ര അപസ്മാര ദിനമായും ആചരിച്ചു വരുന്നു. സ്കൂളുകൾ, ജോലിസ്ഥലങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നടത്തുന്ന ബോധവൽക്കരണം കൃത്യമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും സഹാനുഭൂതി വളർത്തുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നു. അപസ്മാരത്തെക്കുറിച്ചുള്ള അവബോധം എന്നത് മെഡിക്കൽ വിവരങ്ങൾ പങ്കുവെക്കുക മാത്രമല്ല, അപസ്മാരം ബാധിച്ച ആളുകൾക്ക് സുരക്ഷിതത്വം, അനുകമ്പ, ശാക്തീകരണം എന്നിവ അനുഭവപ്പെടുന്ന ഒരു ലോകം സൃഷ്ടിക്കുക എന്നതുകൂടിയാണ്. സമൂഹത്തെ ബോധവൽക്കരിക്കുക, മിഥ്യാധാരണകളെയും അന്ധവിശ്വാസങ്ങളെയും തകർക്കുക, പ്രഥമ ശുശ്രൂഷ പരിശീലിപ്പിക്കുക എന്നിവയിലൂടെ അപസ്മാര രോഗികളായ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയും. ഭയത്തിനും തെറ്റിദ്ധാരണയ്ക്കും പകരം അപസ്മാരത്തെ അറിവും പിന്തുണയും കൊണ്ട് നേരിടുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ദേശീയ അപസ്മാര ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലമി ജി നായർ. തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ. അവതരണം അഞ്ജന പുതിയമഠം.